നമസ്കാരം. നമ്മുടെ കാരക്കാട് പ്രദേശത്തെ കരിമ്പനക്കൽ അംഗനവാടിയിലേക്കുള്ള വഴിയുടെ ഒരു ശോചനീയ അവസ്ഥ നിങ്ങളെ കാണിച്ചു തരാനാണ് നീള 24 ലൈവ് എത്തിയിരിക്കുന്നത്. വളരെ ബുദ്ധിമുട്ടിയാണ് കുട്ടികളും ടീച്ചർമാരും ഇങ്ങോട്ട് എത്തുന്നത്. ആ റോഡിന്റെ അവസ്ഥ കണ്ടാൽ നിങ്ങൾക്കറിയാം. നാട്ടുകാരും ഇതിൽ ഒരുപാട് പ്രതിഷേധത്തിലാണ്. അവർക്കും പറയാനുണ്ട്. എന്താണ് ഈ ഒരു അവസ്ഥ? ഇതിപ്പോ കുറെ ആയോ ഇതിങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്? ഇത് ഏകദേശം കുറച്ച് കാലം ഇങ്ങനെ കിടക്കാൻ തുടങ്ങിയിട്ട്. ഇതെന്താ വെച്ചാൽ ഈ വാർഡിൽ നടക്കുന്ന വികസന പരിപാടികളൊന്നും ഒരു ശാസ്ത്രീയമായ അടിത്തറയില്ലാത്ത കാര്യങ്ങളാണ് നടക്കുന്നത്. ഒരു വികസന പ്രവർത്തനം ചെയ്യുമ്പോൾ അവിടെ നിലവിലെ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നുള്ളതിനെ കുറിച്ചൊന്നും ആലോചിക്കാതെ അപ്പോഴത്തെ പ്രശ്നം എന്താണോ അത് തീർക്കാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുക എന്നുള്ളത്, അല്ലെങ്കിൽ ജനങ്ങളുടെ മുന്നിൽ കണ്ണിൽ പൊടിയിടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ കാണിച്ചു കൂട്ടുക എന്നുള്ള രീതിയിലാണ് ഇവിടുത്തെ ജനപ്രതിനിധി അടക്കമുള്ള ആളുകൾ ഇവിടുത്തെ കാര്യങ്ങൾ ചെയ്യുന്നത്. ഇതൊരു അടിസ്ഥാന പ്രശ്നമാണ്. അപ്പോൾ എല്ലാവരും ഒരുപോലെ ഇതിനെതിരെ പ്രതികരിക്കണം എന്നാണല്ലോ. എന്താണ് നാട്ടുകാരുടെ മൊത്തത്തിലുള്ള അഭിപ്രായം? ഇതിന്റെ പ്രതിഷേധം തന്നെയാണ് ആൾക്കാർ രേഖപ്പെടുത്തുന്നത്. ഇതിപ്പോ എനിക്ക് പറയാനുള്ളത്, എത്രയും പെട്ടെന്ന് ദ്രുതഗതിയിൽ ഈ റോഡ് നല്ല സഞ്ചാരയോഗ്യമാക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഈ അംഗനവാടി തുടങ്ങുന്ന സമയത്ത് റോഡിന്റെ അവസ്ഥ ഇതായിരുന്നില്ലല്ലോ. അല്ല, ഇങ്ങനെ ആയത് എന്ന് മുതലാണ്. അത് കുറച്ച് ഇവിടെ കല്ലുതൊക്കെ ഉണ്ടായിരുന്നു. ഇത് നേരാക്കണ. പിന്നെ ഈ മണ്ണെടുത്തതിന്റെ ശേഷമാണ് ഇവിടെ മണ്ണെടുപ്പ്. ആരാണ് മണ്ണെടുപ്പ് നടത്തുന്നത്? മണ്ണെടുപ്പ് ആരപ്പോ നടത്തിയതെന്നുള്ളത് സ്വകാര്യ സ്ഥലങ്ങൾക്ക് പോകാൻ വേണ്ടി. അപ്പൊ ഈ കുട്ടികളെ ഇത്രയും ഒരു ബുദ്ധിമുട്ടിക്കുന്ന ഒരു ഇതായിട്ട് പോലും ഭരണാധികാരികൾ ആരും ഒന്നും വന്ന് ശ്രദ്ധിച്ചിട്ടില്ല എന്നുള്ളതാണ് പരാതി. പഞ്ചായത്തിൽ നടക്കം ആൾക്കാർ വന്നിട്ട് പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ഒരു കാരണവരുണ്ട് ഇവിടെ. അവര് റെസിറ്റ് കംപ്ലൈന്റ് ഇവിടെ മാന്തിക്കുന്നു പറഞ്ഞ കംപ്ലൈന്റ് ഒക്കെ കൊടുത്തിരുന്നു. എന്നിട്ട് അങ്ങനെ അതിന്റെ റെസീറ്റ് ഇവിടെ ഉണ്ട്. ആളിപ്പോ ഇവിടെ സ്ഥലത്തില്ലാണ്ടെങ്കിൽ ഇവിടെ വന്നിരുന്നു. എന്നിട്ട് അവര് ഇതുവരെ തിരിഞ്ഞോക്കിയില്ല അങ്ങോട്ട്. അപ്പൊ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതി കൊടുത്തിട്ടുണ്ട്. നമ്മള് കാരണവർ ഇവിടെ പരാതി കൊടുത്തിട്ടുണ്ട്. പരാതികളൊക്കെ ഇഷ്ടംപോലെ കൊടുത്തിട്ടുണ്ട്. അതിനൊന്നും നടപടിയൊന്നും ഉണ്ടായിട്ടില്ല. നമ്മളിപ്പോ 3 കുട്ടികൾ അംഗനവാടിക്ക് വരുന്നുണ്ട്. ഞാൻ നിർത്തി. പ്രത്യേകിച്ച് ഇവിടെ മണ്ണ് ഇടിച്ചിലൊന്നും പ്രശ്നങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നിർത്തി. പിന്നെ ഇപ്പൊ ഇതൊക്കെ തന്നെ ബുദ്ധിമുട്ട് കൊടുന്നാക്കുന്നവർക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ റോഡ് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ ഇതിന്റെ ശോചനീയാവസ്ഥ. ഞാൻ പറഞ്ഞത് അത് ഭയങ്കര ശോചനീയമായ ഒരു അവസ്ഥയാണ്. പേടിച്ചിട്ട് എങ്ങനെ കുട്ടികൾ ഇങ്ങോട്ട് വരണത് പോലെ നമ്മള് നിർത്തി. നമ്മളെ 3 കുട്ടികളുണ്ടായിരുന്നു. രാവിലെ സ്ത്രീകളാണ് കൂടുതലും കുട്ടികളെ ഇവിടെ കൊടുന്നാക്കുന്നത്. അമ്മമാര് പിന്നെ വണ്ടി വരാൻ സൗകര്യം ഇല്ലാത്ത ആളുകൾ എങ്ങനെ കുട്ടികളെ അവിടെ കൊടുക്കുന്ന ബുദ്ധിമുട്ട് തന്നെയാണ്. നടപടി ദ്രുതഗതിയിൽ ഇത് ശരിയാക്കണം. കരിമ്പനക്കൽ അംഗനവാടിയുടെ മുന്നിലാണ് നമ്മളിപ്പോ. ഇത് അവിടുത്തെ ടീച്ചറാണ്. ജൽജീവൻ മിഷൻകാർ ഈ കാരക്കാട് പ്രദേശത്തെ റോഡ് പൊളിച്ചതുമായി ബന്ധപ്പെട്ട് നമ്മളിങ്ങനെ അതിന്റെ അംഗനവാടി വരാനുള്ള ബുദ്ധിമുട്ട് പോലും നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് വന്നപ്പോഴാണ് ഇവിടേക്ക് വരാനുള്ള ബുദ്ധിമുട്ട് ശരിക്കും മനസ്സിലായത്. ആ റോഡ് വളരെ മോശമാണ്. അപ്പോൾ ടീച്ചർക്ക് കുട്ടികൾക്കും ഇതുമൂലം ഉണ്ടാവുന്ന ബുദ്ധിമുട്ടൊന്ന് പങ്കുവെക്കാമോ? ഞങ്ങൾക്ക് കുട്ടികൾക്ക് രക്ഷിതാക്കൾക്ക് അംഗൻവാടിക്ക് കുട്ടികളാക്കി തരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പിന്നെ ഈ ഏരിയയിൽ 2000 അടുത്ത് പോപ്പുലേഷനുള്ളൊരു അംഗൻവാടിയാണ്. പിന്നെ കുട്ടികൾ 22 കുട്ടികളും ഇപ്പം അംഗൻവാടിയിലേക്ക് വരുന്നുണ്ട്. അപ്പോൾ രക്ഷിതാക്കൾ വണ്ടി താഴെയൊക്കെ നിർത്തിയിട്ടാണ് കുട്ടികളെ നടന്നിട്ടാണ് കൊണ്ടുവരുന്നത്. മഴക്കാലമായാലും ഇപ്പോഴായാലും അംഗൻവാടി പഠിക്കൽ ഇപ്പോൾ വെള്ളം നിന്നിട്ട് ഞങ്ങൾക്ക് കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നടന്ന് കയറാനും കൂടി ബുദ്ധിമുട്ടാണ്. ഞങ്ങൾ ചില സമയത്ത് സ്റ്റെപ്പ് ഞാൻ അംഗൻവാടി കയറ്റുന്ന സമയത്ത് നല്ല ഉയരണ്ടായിരുന്നു റോഡ്. പിന്നെ റോഡ് ഇവിടെ ഉയരാണ് പറഞ്ഞിട്ട് ഉയരം താഴ്ത്താണ് പറഞ്ഞു. പക്ഷെ ഇവിടെ താത്തിയ സമയത്ത് ഞാൻ ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ അംഗൻവാടി ഇല്ലാത്ത ദിവസമാണ് ഇവിടെ താത്തിയത്. അത് ആരാ കൊടുന്നത് എന്നും ഞാൻ കണ്ടിട്ടില്ല. നമ്മൾ കാണാതൊന്നും പറയാൻ പാടില്ലല്ലോ. അപ്പൊ ബന്ധപ്പെട്ട അധികാരികളെ ഒന്നും അറിയിച്ചില്ലേ? അറിയിച്ചു. പഞ്ചായത്തിൽ നിന്നൊക്കെ ആൾക്കാർ വന്നിരുന്നു. ഇവിടെ നടപടിയൊന്നും ഉണ്ടായില്ല. പിന്നൊന്നും ഉണ്ടായിട്ടില്ല. നാട്ടുകാരൊക്കെ ഇതിനെ കുറിച്ച് എന്താ പറയുന്നത്? നാട്ടുകാരൊക്കെ പറഞ്ഞു ടീച്ചർ ഇതിന് ഉത്തരവാദിയും ടീച്ചർ പറയണം എന്ന് പറഞ്ഞിട്ട് എല്ലാവരും പ്രതികരിക്കുകയൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ പ്രതീക്ഷയൊക്കെ ചെയ്തു. പക്ഷെ ഞാനില്ലാത്ത ദിവസമാണ് ഇത് ചെയ്തത്. ആരെ ചെയ്തെന്ന് എനിക്കറിയില്ലായിരുന്നു, കണ്ടില്ല. അത് കാരണമാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് അംഗൻവാടിക്ക് വരാൻ വേണ്ടിയിട്ട്. റോഡ് നന്നാക്കി തന്ന നല്ലോണം കുട്ടികളുള്ള ഒരു അംഗൻവാടിയാണ്. പക്ഷെ കുട്ടികൾക്ക് വരുമ്പോൾ നല്ല ബുദ്ധിമുട്ടാണ്. അപ്പോൾ കരിമ്പനക്കൽ അംഗനവാടിയിലെ കുട്ടികൾ വളരെയധികം ബുദ്ധിമുട്ടിയാണ് ഇങ്ങോട്ട് എത്തുന്നത്. അത്യാവശ്യം കുട്ടികളുള്ള ഒരു അംഗനവാടിയാണിത്. മഴ പെയ്താൽ പോലും തോണിയിൽ വന്നിറക്കേണ്ട അവസ്ഥയാണെന്നാണ് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നത്. അപ്പം എത്രയും പെട്ടെന്ന് കുട്ടികളുടെയും ടീച്ചറിന്റെയും ഇവിടുത്തെ പ്രദേശവാസികളുടെയും ഈ ബുദ്ധിമുട്ടിന് അധികാരികൾ ഒരു പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നീള 24 ലൈവിന് വേണ്ടി ക്യാമറാമാൻ വിനീതിനൊപ്പം രഹ്ന തപസ്. വലിയ ബന്ധങ്ങൾക്ക് ചെറിയ തുടക്കം. ഒസ്രാ ഗോൾഡൻ ഡയമണ്ട്സ്. ബിലീവ് ഇൻ പ്യൂരിറ്റി. പെരിന്തൽമണ്ണ റോഡ്, പട്ടാമ്പി.